ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ തോരനാണ്, കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പോളയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഈ പൂവ് കളയത്തില്ല, ഈ പൂവ് എടുക്കും. ഈ പൂവ് ക്ലീൻ ചെയ്യുന്നതിനൊരു രീതിയുണ്ട്, അപ്പോൾ അത് ചെയ്യാം. നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്ന മുതിരയാണ്. മുതിര ഞാൻ വറുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് കുതിരാൻ വേണ്ടി. നമുക്ക് പൂ ക്ലീൻ ചെയ്യാം. പൂ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്കൊരു കട്ടിയുള്ള സാധനമുണ്ട്, കണ്ടില്ലേ? ഈ കട്ടി നമ്മളിങ്ങനെ അടത്തിയെടുക്കണം. അതിൻ്റെ പൂവിൻ്റെ നാമ്പെന്ന് പറയുന്നത്. ഇത് ഭയങ്കര കട്ടിയായിരിക്കും, നമ്മൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാലും കട്ടിയായിരിക്കും. അപ്പോൾ അത് മാറ്റിക്കളയാം. അപ്പോൾ നമ്മൾ കൂമ്പിൻ്റെ ആ പൂവിൻ്റെ കാമ്പെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിയാം. ഇപ്പോഴും നമ്മൾ കൂമ്പ് അരിയുമ്പം ഇതെടുത്ത് കളയുന്നത് ഏറ്റവും നല്ലതാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് കട്ടിയാണ്, ദഹനത്തിനും താമസം ഉണ്ടാവും. അരിയുമ്പോഴും ഭംഗിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഇതുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. തോരന് ആവശ്യമായിട്ടുള്ള മുതിര നമ്മൾ കുക്കറി വേവിച്ചെടുത്തേക്കുവാണ്, കണ്ടില്ലേ? വറുത്തിട്ട് വേവിക്കുമ്പോൾ പച്ചമണം മാറും, നല്ല ഒരു ടേസ്റ്റാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. എപ്പോൾ മുതിര ഉപയോഗിച്ചാലും നമ്മളൊന്ന് അനത്തിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്കിതിൻ്റെ ഈ വെള്ളം നമ്മൾ കളയുന്നില്ല. അത് നല്ലൊരു ഒഴിച്ചുകറിയായിട്ടുണ്ടാക്കാനാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് വെള്ളം വലനായിട്ട് ഒഴിക്കും. നമ്മൾ പൂവെല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ കമൻറ്റുകൾ എല്ലാം അറിയിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. വേണമെങ്കിൽ വറ്റൽമുളക് ഇടാവുന്നതാണ്. കരിവേപ്പില ഇട്ട് കൊടുക്കും. പൂവിട്ട് കൊടുക്കും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, പൂവിനധികം വേവില്ലാത്തൊരു സാധനമാണ്. പിന്നെ മുതിര നമ്മൾ വേവിച്ചിട്ടാണ് ഇടുന്നത്, അതുകൊണ്ട് ഒന്ന് വഴണ്ട് കിട്ടുമ്പം നമുക്ക് മുതിരയും കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: തേങ്ങ, മുളക് പൊടി, ജീരകപ്പൊടി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് ഞെടി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. പൂവെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. മുതിര വെന്തത് കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. മുതിരയുടെയൊക്കെ ഗുണം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ തോരൻ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ മുതിരയും കൂമ്പുമായിട്ടുള്ള തോരന് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. എന്താ ഒരു ഭംഗി കാണാൻ! ഇത് കഞ്ഞിയുടെ കൂടെയും നമുക്ക് കഴിക്കാം, വെറുതെയും കഴിക്കാം. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് ഒറ്റയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഒരു നേരത്തെ റൈസ് ഒഴിവാക്കിയിട്ട്
നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പും മാറും. നല്ലൊരു കോമ്പിനേഷനാണ് മുതിര വാഴക്കൂമ്പ്. വാഴക്കൂമ്പിന് പല പേര് പല സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.